This KTU May 2025 previous year question is about to find the nodal voltage V1 using nodal analysis. The circuit looks very simple, but if we closely analyze the circuit, the AC sources are at different phases, right? The first one is 50 angle 0 degree and the second one is 50 angle 90 degree. And this makes this question a bit tricky. If you don't handle this question very carefully, means V1 can be wrong. So let's break it down and see how to solve it properly. First നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഈ തന്നിരിക്കുന്ന എ സി സോഴ്സസിനെ, അതായത് പോളാർ ഫോമിലുള്ള എ സി സോഴ്സസിനെ റെക്ടാംഗുലർ ഫോമിലേക്ക് നമുക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഈ 50 ആംഗിൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് 50 പ്ലസ് 0j. ഓക്കെ, അതേപോലെ 50 ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുന്നതിനെ റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ്, ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ അത് എഴുതുന്നത് 0 പ്ലസ് 50j എന്നായിരിക്കും വരുന്നത്. യു ക്യാൻ യൂസ് എ കാൽക്കുലേറ്റർ ഫോർ ദിസ് കൺവേർഷൻ. ഓക്കെ, റെക്ടാംഗുലർ ടു പോളാർ കൺവേർഷൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സിമിലർ ആണ്. നോഡൽ അനാലിസിസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് നോഡ്സ് ആണ് തന്നിട്ടുള്ളത്, V1 ഉണ്ട് V2 ഉണ്ട്. ഫസ്റ്റ് നമുക്ക് V1 എന്ന് പറയുന്ന നോഡിലേക്ക് KCL അപ്ലൈ ചെയ്യുക. സെക്കൻഡ് V2 എന്ന് പറയുന്ന നോഡിലേക്ക് KCL അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ ലെറ്റ്സ് സീ. സോ അപ്ലൈ KCL അറ്റ് നോഡ് 1. ഫസ്റ്റ് നോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോഡ്. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? V1 മൈനസ് 50 വോൾട്ട് ബൈ 5 ഓം. നെക്സ്റ്റ് വരുന്നത് V1 ബൈ 2j പ്ലസ് V1 മൈനസ് V2 ബൈ 4 ഈക്വൽ ടു 0. ഇനി അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V1 ഇൻറ്റു 0.45 മൈനസ് 5j മൈനസ് 0.25 V2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് അപ്ലൈ KCL നോഡ് 2. നോഡ് 2 എന്ന് പറയുന്നത് ഇതാണ്. അതിൽ KCL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക? V2 മൈനസ് ദിസ് ഇസ് 0 പ്ലസ് 50j ബൈ 2 ഓം പ്ലസ് V1 minus V2 minus V1 by 4 plus V2 by minus 2j equal to 0. ഇത് റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് 0.25 V1 പ്ലസ് V2 ഇൻറ്റു 0.75 പ്ലസ് 5j ഈക്വൽ ടു 25j ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് V1 ഉം V2 ഉം സോൾവ് ചെയ്യാം. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് V1 will be equal to 7.55 plus 23.6j and V2 equal to 20 plus 76 plus 27.34j. So on converting into polar form, you will get V1 equal to 24.7 angle 72.2. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. നമ്മൾക്ക് V1 മാത്രം സോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. So hope this is clear to you. We will see you all in the next video with another previous year question from module 1. Thank you.